നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. എങ്ങനെയുണ്ട് പ്രാക്ടിക്കൽസ്? അപ്പം പ്രാക്ടിക്കൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഉഷാറായിട്ട്. പലരെയും തീർന്നു. നിങ്ങൾ നിങ്ങളുടെ കമൻസ് പറയുക. നമ്മുടെ പ്രാക്ടിക്കൽസൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്നാണ് വിശ്വസിക്കുന്നത്. ഫിസിക്സിൻ്റെ ആയാലും കെമിസ്ട്രിയുടെ ആയാലും മാത്സിൻ്റെ ആയാലും ഒക്കെ. പ്രത്യേകിച്ചും ഫിസിക്സ് വളരെ വൈവിധ്യമാർന്ന ഒരുപാട് വെറൈറ്റി പ്രാക്ടിക്കൽസ് ഉള്ള സിമ്പിൾ പെൻ, ഓംസ് ലോ, മൊമെന്റ് ബാർ, വെർനിയർ, സ്ക്രൂ ഗേജ് ഇതെല്ലാം. അന്നേരം ഇതൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? 40 മാർക്ക് കിട്ടത്തില്ലേ? ഫിസിക്സിനായാലും കെമിസ്ട്രിക്കായാലും മാത്സിനായാലും ഏത് പ്രാക്ടിക്കലാണ് നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിച്ച്? ഇതൊക്കെ നിങ്ങളൊന്ന് കമൻസ് ആയിട്ട് ഇട്ടാൽ നമുക്കൊരു അതേ എന്നുള്ളത് നമുക്ക് അറിയാൻ ആകാംക്ഷയുണ്ട്. നമ്മുടെ ഇപ്പോൾ ഓഫ്ലൈൻ ചെയ്യുന്ന കുട്ടികളെ അറിയാം, ഓൺലൈൻ ചെയ്യുന്ന നിങ്ങൾ ലക്ഷക്കണക്കിന് കുട്ടികൾ ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. നിങ്ങൾ പ്രാക്ടിക്കൽസ് എങ്ങനെയുണ്ട്? നിങ്ങൾ റിസൾട്ട് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഇതൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ടൊന്ന് പറഞ്ഞാൽ വളരെ ആശ്വാസമായിരിക്കും. ഇനി രണ്ടാമത്, പ്രാക്ടിക്കൽസ് അതിൻ്റെ രീതിയിൽ അങ്ങ് നടക്കും. ഒരു ദിവസം 2 മണിക്കൂറൊക്കെ പഠിച്ചാൽ മതി. നിങ്ങൾ ഇനി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് തിയറിക്കാണ്. തിയറി നല്ലതുപോലെ പഠിച്ചു വെക്കുക. കാരണം പ്രാക്ടിക്കൽസ് പലയിടത്തും തീർന്നിട്ട് പിന്നെ ഒരു മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പടാന്നാണ്. 10 ദിവസം മാർച്ച് 6-ാം തീയതി പരീക്ഷയുടെ അത് ഫിസിക്സാണ് തുടങ്ങുന്നത്. അന്നേരം നിങ്ങൾ അടിപൊളിയായിട്ട് തിയറി പഠിച്ചു വെക്കുക. വലിയ ചാപ്റ്ററുകൾ ഒന്നും പഠിക്കാത്തവരാണെങ്കിലും വലിയ ചാപ്റ്ററുകളൊക്കെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ടെൻഷൻ വേണ്ട. അന്നേരം നമ്മളതിനൊരു സ്റ്റഡി ടൈം ടേബിളൊക്കെ റെഡിയാക്കി വെക്കും. എന്നാലും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. എങ്ങനെയുണ്ട് പ്രാക്ടിക്കൽസ് എന്ന്, എല്ലാ പ്രാക്ടിക്കൽസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊരു അഭിപ്രായം ഇട്ടേക്കുക. നെവർ എവർ ഗിവ് അപ്പ്.